ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിതാ ഇന്ന് കടയിൽ വന്നിട്ടുണ്ട്, ഇന്നലെ വന്നില്ലല്ലോ. ഞാൻ ഒരു വീഡിയോ കാണാൻ ഇടയായിട്ട് ഉച്ചയ്ക്കാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. എവിടെ തളിപ്പറമ്പ് തളിപ്പറമ്പ് അങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ കേട്ടത് കേട്ടോ. എന്താണെന്നറിയോ, അമ്മയുടെ കാമുവൻ, അതായത് അമ്മ വെച്ചിട്ടിരിക്കുന്നവൻ ഒരു 13 വയസ്സുകാരനെ 2.5 വർഷമായിട്ട് പീഡിപ്പിക്കുകയാണെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഒത്തിരി കൂടുതലാണ് അച്ഛന്മാർ മക്കളെ പീഡിപ്പിക്കുന്നത്. പിന്നെ അതുമാതിരി അമ്മൻ്റെ കാമുകന്മാർ ആ പെണ്ണിൻ്റെ മക്കളെ പീഡിപ്പിക്കുന്നതും ഒക്കെ. പക്ഷേ ഈ പീഡിപ്പിച്ചിട്ടും ഈ പൊലയാടികളില്ല, ഈ അമ്മ പറയുന്ന പൊലയാടികൾ വീണ്ടും അവൻ്റെ കൂടെ കിടന്നു കൊടുക്കുകയാണ്. മക്കളെ പീഡിപ്പിച്ചാലും കുഴപ്പമില്ല, എനിക്ക് അവനെ തന്നെ മതി പറഞ്ഞിട്ട് ഈ പൊലയടിച്ചികൾ വീണ്ടും അവന് കിടന്നു കൊടുക്കുകയാണ്. ഈ അമ്മമാരെന്നെ കിടക്കടി പറഞ്ഞിട്ട് ഈ മക്കളെ കൂട്ടിക്കൊടുക്കുന്ന പൊലയാടികളും ഉണ്ട്, അവൻ്റെ എന്നെ വേണം പറഞ്ഞിട്ട്. മനസ്സിലാവില്ല, ഇത് എന്ത് സമൂഹമാണെന്ന് ഒരു പിടുത്തവും കിട്ടും. ഇത് എന്ത് അമ്മമാരാണെന്ന്. ഈ 10 മാസം വയറ്റിൽ കൊണ്ട് നടന്ന് നൊന്ത് പ്രസവിച്ച മക്കളെ കണ്ണി കണ്ടവൻ പീഡിപ്പിക്കുമ്പോൾ ആ കുട്ടി കിടന്ന് കരയുമ്പോൾ ഈ അമ്മ എങ്ങനെ മനസ്സുറച്ചിട്ട് കിടക്കണമെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ആണെങ്കിൽ എന്തെന്നറിയോ, ഒരിക്കൽ അവൻ പീഡിപ്പിക്കുള്ളൂ. നല്ലത് പറഞ്ഞ കൂടെ കൂട്ടി അവൻ്റെ കഴുത്ത് അറക്കണതിൻ്റെ മുപ്പാടനെ ഞാൻ അവൻ്റെ സാധനം ആദ്യം അറക്കും, എന്നിട്ട് ഞാൻ അവൻ്റെ കഴുത്ത് അറക്കും ഞാൻ. മനസ്സിലായ? അങ്ങനെ ആയിരിക്കണം ഒരമ്മ എന്ന് പറഞ്ഞാൽ. ഇത് പൊലയടിച്ചുകളൊക്കെ എന്താ കാണിക്കുന്നത്? സ്വന്തം കാമുകന് വേണ്ടി പ്രസവിച്ച മക്കളെ കൊല്ലുക, മക്കളെ പീഡിപ്പിക്കാൻ കൊടുക്കുക, എന്നിട്ട് വയറ്റിലായ അത് പ്രസവിക്കുക. ഈ ലോകത്ത് എന്തൊക്കെയോ ഒക്കെ നടക്കണം കുറേ പൊലയാടികൾ, കുറേ പെലിയാടി മക്കളെ ആണുങ്ങളും. എന്നിട്ട് ആ തലമുറയെ 2.5 വർഷം പീഡിപ്പിച്ചിട്ട് ഇപ്പോൾ 6 മാസമായിട്ട് അവൻ സൗദിയിലെ ദുബായിലെ എവിടെയെങ്കിലുമാണ് പറഞ്ഞു. അവനെ കൊണ്ടുവന്നിട്ട് സമൂഹത്തിൻ്റെ മുന്നിലാണ് വിട്ടുകൊടുക്കേണ്ടത്. വെറുതെ കോടതി നിയമം പറഞ്ഞിട്ട് ഈ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഒരാഴ്ച മുട്ടയാണെങ്കിൽ ഒരാഴ്ച മീൻ, ഒരാഴ്ച മീനാണെങ്കിൽ ഒരാഴ്ച ബീഫ്, പോത്ത്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കഴിച്ച് കൊടുത്ത് തിന്നിട്ട് നടക്കാൻ നായിൻ്റെ മക്കൾ. ഇത് മരണശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ തൂക്കുകയറ് എന്തായാലും ഇവിടെ ഇല്ല നമ്മുടെ നാട്ടിൽ, വളരെ റയറായിട്ടേ ഉള്ളൂ, അല്ലാണ്ട് എല്ലാവർക്കും ഇല്ല. ഇപ്പോൾ തൂക്കുദണ്ഡന കൊടുത്താൽ തന്നെ അവർ വേറെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയിട്ട് അത് ഇതാക്കുക, മരിക്കുന്നവരെ കിടക്കുക. പക്ഷെ എന്നാലും കിടക്കുകയാണെങ്കിൽ അവർ നല്ല ലാവിഷായിട്ട് തിന്ന് കൊഴുത്തിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് ഇന്നാളൊരു വീഡിയോ കണ്ടത്, ആ തലമുറയെ 6 ആളിനെ 5 ആളിനെ കൊന്നിട്ട് ജയിലിൽ പോയൊരു നായിൻ്റെ മകനും ഒരു കൊലപാതക കുറ്റത്തിൽ അകത്ത് വന്ന ഒരു പെണ്ണും കൂടിയിട്ട് കല്യാണം കഴിക്കുകയാണ് പറഞ്ഞിട്ട് 15 ദിവസത്തിന് പരോള് കൊടുത്തിട്ട് കല്യാണം കഴിക്കുന്നത്. ഇതെന്താണ് ഇത്? കോടതിയോ അതാ വേറെ വല്ലതാ? കോടതിനെ ഞാൻ തെറ്റു പറയല്ല, ഇത് കോടതിയല്ലേ? ഇത് നിയമം വളരെ കർശനമാക്കിയാലല്ലേ നമ്മുടെ നാട്ടിലാണെങ്കിലും വളരെ കുറവായിട്ട് കൊലപാതകങ്ങളും എല്ലാം ആവുക. ഇത് എന്ത് കോടതിയാണ്? ഇത് എന്താണിത്? എന്താ മനുഷ്യന്മാരൊക്കെ കാട്ടിക്കൂട്ടുന്നത്? ഞാൻ പറയണേ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളിലും ഇങ്ങനെയുള്ള ആണുങ്ങളിലെയും മറ്റിടത്ത് തോട്ടയിട്ട് പൊട്ടിക്കണം, അവരിനെ പീസാക്കണം തോട്ടയിട്ടിട്ട്. അങ്ങനെ പിന്നെ ഒരു മക്കളിനെ ഇങ്ങനെ തൊടാൻ ഒരു മക്കളിനെയും പിന്നെ ഇങ്ങനെ തൊടില്ല ആരും. വല്ലാത്തൊരു സമൂഹം തന്നെ നമ്മുടെ. പേടിയാവുക കുഞ്ഞു മക്കളിനെയൊക്കെ കാണുമ്പോഴേക്ക് എന്താവും നാളെ, എന്താവും പറഞ്ഞിട്ട്. സത്യമായിട്ടും എനിക്കതൊക്കെ കേട്ടപ്പോൾ 13 വയസ്സായ കുട്ടീനെ 2.5 വർഷമായി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ 10.5 വയസ്സിൽ സ്കൂളിൽ കൊണ്ടുപോയിട്ട് സ്കൂളിൽ ടീച്ചേഴ്സ് ഇത് ചെയ്തപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത് 2.5 വർഷമായിട്ട് എൻ്റെ അമ്മൻ്റെ കൂടെ ഇരിക്കുന്ന അയാൾ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കും. അതും അവളുടെ കെട്ടിയവൻ ദുബായിലാണെന്നും കൂടി ഒന്ന് ആലോചിക്കണേ. ആ പൊലയടിച്ചിക്ക് എത്ര നന്നായിട്ട് ജീവിക്കാം ആ കുട്ടിനെയും കൊണ്ട്, കെട്ടിയവനയക്കുന്ന കാശും കൊണ്ട്. ഇവൾക്ക് എന്താ അത്രയ്ക്ക് കാമമാണ്? എനിക്ക് അറിയുന്നില്ല, അത്രയ്ക്ക് കാമം മുട്ടിക്കിടക്കുകയാണ്. എൻ്റെ ഭഗവാനേ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ആരും തെറ്റിദ്ധരിക്കേണ്ട. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടനകത്ത് കേട്ടോ. ഓക്കെ, ബൈ.